നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടുത്തെ ഒരു വമ്പൻ കമ്പനിയാണ്. ഒരു 100-500 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ? ആ, സ്റ്റാഫിന്റെ എണ്ണം അത്രയുണ്ട്. പലതവണ പടികടത്തി വിടാൻ അമ്മ ശ്രമിക്കുകയും ചെയ്തതാണ്. പക്ഷെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാനത് അനുവദിക്കില്ല. മോളകത്ത് പോ. അകത്ത് പോകാനല്ലേ പറഞ്ഞത്? യശോദേ, ഇതിനിങ്ങനെ തുടരാൻ പറ്റില്ല. ഇനി അതിന് ഒരു മാർഗം മാത്രമേ എന്റെ മുന്നിലുള്ളൂ. എത്രയും പെട്ടെന്ന് രാധിക മോളുടെ വിവാഹം നടത്തണം. അതോടെ അവളെ കണ്ടുകൂടാന്നുള്ള അമ്മയുടെ പരാതി തീരുമല്ലോ. മതി. ഏതെങ്കിലും കണ്ണുപൊട്ടനെയോ കാലിൽ മുടന്തുള്ളവനെയോ കണ്ടുപിടിച്ച് അവളെ കെട്ടിച്ചു കൊടുക്ക്. ഇവിടുന്ന് ഇറങ്ങി പോകട്ടെ, നാശം. എന്റെ മോക്ക് യോഗ്യതയുള്ള ഒരാളെ തേടി കണ്ടെത്താൻ എനിക്ക് അറിയാമേ. അക്കാര്യത്തില് ദേവനാരായണൻ പരിഗണന ഒട്ടും കുറക്കില്ല. പക്ഷേ യശോദേ, എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് തന്നെയാണ് പരിഹാരം. അവളുടെ കല്യാണം നടക്കട്ടെ. കല്യാണം നടത്താൻ എന്താ വേണ്ടതെന്ന് വെച്ചാ സന്തോഷത്തോടെ ഞാൻ അതിന്റെ കൂടെ നിൽക്കും. എന്നാലും ദേവേട്ട, പെട്ടെന്ന് ഒരു കല്യാണം കഴിഞ്ഞതിന്റെ കടങ്ങളുണ്ട്. അത് വീട്ടിൽ തീർക്കാനാവുമെന്ന് ഇപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. എനിക്ക് എന്റെ 2 മക്കളും ഒരുപോലെയാണ്. രാധികമോളുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ തീരുമാനമെടുത്തു. നല്ലൊരു ബന്ധം വന്ന എത്രയും പെട്ടെന്ന് അവളുടെ വിവാഹം നടത്തിയിരിക്കും. യശോദേ, ഈ തീരുമാനം എത്രയും പെട്ടെന്ന് നടത്തിക്കണം. നീ പ്രസവിച്ച മോളുടെ സുരക്ഷിതത്വത്തിന് ഇത് അത്യാവശ്യമാണ്. ചെറുക്കനെ കണ്ടുപിടിക്കേണ്ട കാര്യമല്ലേ, അത് ഞാൻ ഏറ്റു. രാധികേ, നീ വേഗം ഒന്ന് കുളിച്ച് റെഡിയാവ്. പറഞ്ഞത് കേട്ടില്ലേ? എന്തിനാ മുത്തശ്ശി? നിന്നെ ജീവനോടെ അടക്കാൻ എന്താണ് ഈ പറഞ്ഞ അനുസരിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? പോയി കുളിച്ചൊരുങ്ങി നിൽക്കാനാ പറഞ്ഞത്. ചെല്ല്. ഒന്ന് വേഗം ചെല്ലടി. എന്താ അമ്മേ? അവളെ പെണ്ണ് കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. ഇത്ര പെട്ടെന്നോ? വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ എല്ലാം ഞാൻ ഏർപ്പാടാക്കി. എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോട്ടെ. പോയി കിട്ടുമല്ലോ നാശം. ഇതാരാമേ ഈ വരുന്ന ആൾക്കാര്? അവരെ എത്ര പറഞ്ഞിട്ടും അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല. എടാ, അവര് കുറച്ച് ദൂരെയുള്ളവരാ. നല്ല കുടുംബമാ.
നല്ല സാമ്പത്തിക സ്ഥിതിയാ. ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് അമ്മ ഇതൊക്കെ എങ്ങനെയാ ഒപ്പിച്ചത്? അത്യാവശ്യമാണെങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ മേനോത്തെ സുഭദ്രയില്ലേ, സുഭദ്രയോട് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോ സുഭദ്രയാ പറഞ്ഞത്. ആ, അവളെന്തായാലും നമുക്ക് ചേരാത്ത ഒരു ബന്ധം പറയില്ലല്ലോ. ആ, ആരാന്ന് വെച്ചാ വരട്ടെ. ഒക്കുന്നു വെച്ചാ നടത്താം. ഇനി ഒക്കുമോ ഇല്ലയോന്നൊന്നുമില്ല, നടത്തുക അത്ര തന്നെ. അത് ശരിയാവില്ല. വിവാഹമൊക്കെ നമ്മുടെ നിർബന്ധമാണ്. പക്ഷേ എന്റെ മകൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരാളെ അവളുടെ തലയിൽ ഞാൻ കെട്ടിവെക്കില്ല. അതിനെക്കുറിച്ച് അമ്മ ചിന്തിക്കുകയും വേണ്ട. എടാ, പെമ്പിള്ളേരെ മടിയിലിരുത്തി കൊഞ്ചിക്കുമ്പോഴേ 7 കടലും കടന്ന് 7 കുതിര പൂട്ടിയ രഥത്തിലിരുന്ന് ഒരു രാജകുമാരൻ വരുമെന്നൊക്കെ നമ്മൾ പറയും. അത് കഥയാ. കാര്യം നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നതാ. അല്ല, ഞങ്ങൾ കുറച്ചു മുമ്പേ പ്രതീക്ഷിച്ചു. വണ്ടി വഴിയിലൊന്ന് പണി മുടക്കി, ഒരു 5 മിനിറ്റ്. അപ്പോഴേക്കും ഡ്രൈവർ തന്നെ അത് ശരിയാക്കി. ആ, ആ, ഇതാണ് ദേവനാരായണ തിരുമേനി. കേട്ടിട്ടുണ്ട്. ഈ പ്രദേശത്തേക്കൊന്നും അതിന് വരാൻ കഴിഞ്ഞിട്ടില്ല. വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ആ ശരി. അങ്ങോട്ടിരിക്കാം. ആ തിരുമേനിയുടെ കുടുംബത്തിന്റെ കാര്യമൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ, മേനോത്തെ സുഭദ്രാമ ഒരു കഥ വിശദീകരിച്ചു തരുന്ന പോലെ എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. സുഭദ്രയ്ക്ക് ഞങ്ങളെ കുറിച്ച് എല്ലാം അറിയാം. മോൻ എന്താ ചെയ്യുന്നത്? ഞാൻ കാനഡയില. ആക്ച്വലി ഞാനൊരു ടൂറിസ്റ്റായിട്ട് അവിടെ തന്നെയാ. അവിടെ സ്വന്തമായി ഒരു കമ്പനി റൺ ചെയ്യുന്നുണ്ട്. ഈ ഒതുക്കത്തിൽ പറയുന്ന ഒന്നും നോക്കണ്ട കേട്ടോ. അവിടുത്തെ ഒരു വമ്പൻ കമ്പനിയാണ്. ഒരു 500 പേർക്കെങ്കിലും ജോലി കൊടുക്കുന്നുണ്ട് അല്ലേ? ആ, സ്റ്റാഫിന്റെ എണ്ണം അത്രയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.